ഹലോ ഫ്രണ്ട്സ്, സജിൽസ് ടെക് സെൻ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് വെബ്സൈറ്റ്സ്, ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് വിടാറുണ്ട് ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ. അതിന് പറ്റിയ വെബ്സൈറ്റിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നോക്കുകയാണ്. കൂടുതൽ ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ എന്തായാലും ഫ്രീ ടൈം ആയിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ചു തരുന്ന വെബ്സൈറ്റ്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏകദേശം 3-4 ടൈപ്പ് ഡാറ്റ എൻട്രി ജോബുകളായിരിക്കും ഓൺലൈൻ വഴി നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളത്. ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ടൈപ്പ് ജോബ് വരുന്നത് സിമ്പിൾ ടൈപ്പിംഗ് ജോബ്സ് ആയിരിക്കും. അതായത് ഒരു PDF ഫയലോ മറ്റോ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് ക്ലയൻറ്റ് സബ്മിറ്റ് ചെയ്യും. അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു വേർഡ് ഫയലിലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ആ ഒരു ഡാറ്റ എൻട്രി റിലേറ്റഡ് ജോബിന് ഏകദേശം ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപ മുതൽ 50 രൂപ വരെയാണ് പെർ പേജിന് വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ജോബാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. പിന്നീട് വരുന്നത് എക്സൽ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും PDF ഫയലോ അല്ലെങ്കിൽ 2-3 ഡാറ്റ ഫയൽസ് നിങ്ങൾക്ക് തരും. ആ ഫയൽസ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ഫയലാക്കി ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. മെയിൻലി അത് എക്സൽ ഷീറ്റിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഈ ടൈപ്പ് ജോബിന് ഏകദേശം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നത് 100 രൂപ മുതൽ 150 രൂപ വരെ ആയിരിക്കും ഓരോ പേജിനും നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളത്. അത് വളരെ സിമ്പിൾ ഫോർമുലാസൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എക്സലിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സലിൻ്റെ ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കോളത്തിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിലും ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അഡീഷണൽ ഈ ഒരു കോളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ തേർഡ് കോളം, അതായത് C കോളം സെലക്ട് ചെയ്യുക, ഒരു = അടിച്ചു കൊടുക്കുക. ഓക്കെ, = അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, വീണ്ടും ഒരു പ്ലസ് സിമ്പിൾ കൊടുക്കുക, ദെൻ ഈ കോളം സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 + 2 3 എന്നുള്ള ഒരു വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചില നമ്പേഴ്സോ അല്ലെങ്കിൽ ബിൽ നമ്പേഴ്സോ മറ്റോ ആയിരിക്കും ക്ലയൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സം ഓഫ് വാല്യൂ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഉള്ള എക്സൽ ഷീറ്റ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടും. അതുമല്ലെങ്കിൽ പല ഡാറ്റാസ് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു വാല്യൂ ഈ ഒരു എക്സൽ ഷീറ്റിൽ ആഡ് ചെയ്യാനുള്ള വർക്കൊക്കെ ആയിരിക്കും എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സലിൻ്റെ സിമ്പിൾ ഫോർമുലാസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ബേസിക് ഫോർമുലാസ് തന്നെ അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ഈ ഒരു ടൈപ്പ് എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളായിരിക്കും. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രാഫും മറ്റു കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ടേബിൾസോ അല്ലെങ്കിൽ ഗ്രാഫും മറ്റു കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പിംഗ് ജോബ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. വേർഡ് പ്രോസസ്സിംഗ് ജോബ്സ് ആയിരിക്കും. ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു PDF ഫയലോ അല്ലെങ്കിൽ എറർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് പേജസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ എറേഴ്സ് നിങ്ങൾ അപ്പോൾ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യണം. അതിൻ്റെ എറേഴ്സ് എല്ലാം റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫോർത്ത് കാറ്റഗറിയിലുള്ള ഡാറ്റ എൻട്രി ജോബിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എറർ റിമൂവൽ ജോബ്സ് ആയിരിക്കും ഈ ഒരു ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത്. ഏകദേശം ഈ ഒരു ടൈപ്പ് ജോബ് ആയിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സിലും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നല്ല എറേഴ്സ് ഉള്ള എന്തെങ്കിലും ഓഡിയോ ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് തരും. അതിൻ്റെ ഓഡിയോ എല്ലാം കേട്ടതിന് ശേഷം എറേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് നിങ്ങളിതുപോലെ ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ വേർഡ് ഫയലിലോ നല്ലൊരു ഡോക്യുമെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ജോബിനെ കുറിച്ച്. അതും വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ 4 കാറ്റഗറീസിലുള്ള ഡാറ്റ എൻട്രി ജോബ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ നിന്ന്. വളരെ സിമ്പിൾ ജോബ്സ് ആയിരിക്കും. ഒരു 4-5 ജോബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. ഇനി നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ഏതൊക്കെ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ജോബ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്വർക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ 2-3 ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അത് അറ്റൻഡ് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സർവീസ് ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ അക്കൗണ്ട് ജസ്റ്റ് ഇതിലൊന്ന് എടുത്ത് നോക്കാം.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹം ഒരു മണിക്കൂറിന് ഏൺ ചെയ്യുന്നത് $7 ഏകദേശം 10,000 മേലെ ഡോളേഴ്സ് ഓൾറെഡി ഏൺ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രൊഫൈലോ മറ്റോ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പ് റേറ്റഡ് സെല്ലറിൻ്റെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ റീടൈപ്പ് ഒന്നും ചെയ്യരുത്. നിങ്ങളുടേതായ രീതിയിൽ റീറൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവരൊക്കെ ഇപ്പോൾ ജോബ് കംപ്ലീഷൻ 83% ആണ്. ഇപ്പോഴും ജോബ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്യൂവിലായിരിക്കും ഇവരുടെ എല്ലാം ജോബ് നിൽക്കുന്നത്. ഒരുപാട് പേര് ഇതിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 30K ഒക്കെയാണ് ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്വർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിടാം. ഞാൻ ഈ കാണിച്ചു തരുന്ന 5 വെബ്സൈറ്റുകളിലും നിങ്ങൾ പ്രൊഫൈൽ ക്രിയേഷൻ അതുപോലെ തന്നെ സർവീസ് ഗിഗ് ക്രിയേറ്റ് ചെയ്തിടുക. എന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ വർക്ക് കിട്ടി തുടങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ആവും. അപ്പോൾ കൂടുതൽ വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ തിരിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് അപ്വർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നീട് വരുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് SEO ക്ലർക്സ് ആണ്. SEO ക്ലർക്സിന് അതിനു മുമ്പ് പല വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേഷനും മറ്റു കാര്യങ്ങളും എല്ലാം. ആദ്യമെല്ലാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റാങ്കിങ്, വെബ്സൈറ്റ് റാങ്കിങ്, അതുപോലെ തന്നെ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മുതലായ ഗിഗുകൾ മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ പുതിയ ഇവരുടെ അപ്ഡേഷൻ അനുസരിച്ച് വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. പുതിയൊരു ഓപ്ഷൻ ആയത് കാരണം കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ആളുകൾക്കെല്ലാം വർക്കുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡാറ്റ എൻട്രി റിലേറ്റഡ് വർക്ക് തന്നെയാണ്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നല്ല ഏതെങ്കിലും ഒരു പ്രൊഫഷണലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആ സെയിം പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലാണെങ്കിൽ സെയിം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന 5 വെബ്സൈറ്റുകളിലും കോപ്പി പേസ്റ്റ് ചെയ്യാം. യാതൊരു പ്രോബ്ലവുമില്ല. മറ്റുള്ളവരുടെ നിങ്ങൾ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സർവീസ് ഗിഗ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സർവീസ് ഗിഗ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ, സെല്ല് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക, ഗിഗിൻ്റെ ഡിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കാം. ഓക്കെ, ഇതിൽ ഉള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഡെയിലി നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഗിഗ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മൈ സർവീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ 2 സർവീസുകളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വ്യൂസ് ഇവിടെ നിങ്ങൾക്ക് കാണാം 220 വ്യൂസ്, അതുപോലെ തന്നെ 760 വ്യൂസ്. ഇതിൽ ഈ 3 ഡോട്ട് കാണുന്ന ഈ ഒരു സെക്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അതിൽ പെയ്ഡ് ബൂസ്റ്റും ഫ്രീ ബൂസ്റ്റും ഉണ്ട്. പെയ്ഡ് ബൂസ്റ്റാണ് നമ്മൾ പേ ചെയ്യണം. നമുക്കിപ്പോൾ ഫ്രീ ബൂസ്റ്റ് ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്കിത് ചെയ്യാം. 24 ഹവേഴ്സിനുള്ളിൽ എല്ലാ ദിവസവും നമുക്കിത് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സർവീസുകൾ വീണ്ടും ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് നമ്മളുടെ സർവീസ് ഇതുപോലെ ഫ്രീ ബൂസ്റ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഗിഗുകളെക്കാൾ മുമ്പിലെത്താൻ നമ്മളെ സഹായിക്കും. ഇവർ തന്നെ നമ്മളുടെ ഗിഗുകൾ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പെയ്ഡ് ബൂസ്റ്റ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണത്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫ്രീ ബൂസ്റ്റുകൾ ഇതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല വർക്കുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത് ഞാൻ പറയാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫൈവർ തന്നെയാണ്. ഫൈവറിൽ ഇപ്പോൾ ഡാറ്റ എൻട്രി നല്ല ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയും അതുപോലെ തന്നെ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് പിന്നെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഡാറ്റ എൻട്രി മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഫൈവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് എല്ലാ ആളുകൾക്കും ഇതിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം എല്ലാവരും $10 $5 സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൂ എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്കിവിടെ കാണാം 7 ഓർഡറൊക്കെ ഇദ്ദേഹത്തിന് ക്യൂ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് ആളുകൾ ചെയ്യുന്ന ഡാറ്റ എൻട്രി റിലേറ്റഡ് ജോബുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ വഴി ഡാറ്റ റിസർച്ച് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് തന്നിട്ട് അതിനെക്കുറിച്ച് ഓൺലൈൻ വഴി റിസർച്ച്, വെബ് റിസർച്ച് ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വലിയ വലിയ കമ്പനീസ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് എല്ലാം ലോഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർക്ക് ഡാറ്റ റിസർച്ച് ഒന്നും ചെയ്യാൻ ടൈമില്ലാത്തത് കാരണം നിങ്ങളെപ്പോലുള്ള വെർച്വൽ അസിസ്റ്റൻസിനെ ഏൽപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഡാറ്റ റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഡാറ്റ റിലേറ്റഡ് ജോബുകളാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഫൈവറിൽ വന്നാൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ റിലേറ്റഡ് സെല്ലേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു 4-5 സെല്ലേഴ്സിൻ്റെ അക്കൗണ്ട് ഇതുപോലെ എടുത്തു നോക്കുക, അവർ ഏതൊക്കെ ടൈപ്പ് വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. ഇപ്പോൾ ഇത് തന്നെ എടുത്താൽ നിങ്ങൾക്ക് കാണാം എക്സൽ ഡാറ്റ എൻട്രി, PDF ടു വേർഡ്, PDF ടു എക്സൽ, കോപ്പി പേസ്റ്റ്, വെബ് റിസർച്ച്. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ വർക്കുകളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത് ഞാൻ കുറേ നാളിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് ഓട്ടോമാറ്റിക് ഇമെയിൽ സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ജോബാണ് ഇമെയിൽ സ്ക്രാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. നമുക്ക് എക്സ്റ്റൻഷനോ ചിലരുടെ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ആ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. എൻ്റെ ചാനൽ മാത്രമല്ല, ഒരുപാട് ഇതുപോലുള്ള നല്ല നല്ല ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഫൈവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നമ്പർ 1 ആയിട്ട് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് വരുമാനം ലഭിച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഫൈവർ. തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നീട് വരുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് guru.com ആണ്. ഒരുപാട് ആളുകൾ കുറേ നാളായിട്ട് ചെയ്യുന്ന ഡാറ്റ എൻട്രി ഏറ്റവും കൂടുതൽ ആയിട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഈ guru.com എന്ന് പറയുന്നത്. ഇതും മറ്റൊരു വെബ്സൈറ്റും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൽ രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇദ്ദേഹം ഒരു ഡാറ്റ എൻട്രി, ഡാറ്റ പ്രോസസ്സിംഗ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് ഒരു വർഷം ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ $55,354 അപ്പോൾ നമുക്കൊരു 71 വെച്ചിട്ട്, $1 71 വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വരുമെന്നുള്ളത്. ഏകദേശം 39,30,000 രൂപ ഇദ്ദേഹം ഒരു വർഷം ഡാറ്റ എൻട്രി റിലേറ്റഡ് ജോബ് മാത്രം ചെയ്തിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അതിലും കൂടുതൽ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം $61,000 ഒരു വർഷം ഏൺ ചെയ്യുന്നു. ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റുകളിൽ, ഡാറ്റ എൻട്രി റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ഒന്നാണ് ഈ guru.com എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വർക്ക്, ഡാറ്റ എൻട്രി റിലേറ്റഡ് വർക്കുകൾ ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഈ guru.com. ഇതും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പ്രിഫറൻസ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിന് തന്നെ കൊടുക്കുക, guru.com. അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റാണ് പീപ്പിൾ പെർ ഹവർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇതിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവരെല്ലാം ഡാറ്റ എൻട്രി റിലേറ്റഡ് പെർ ഹവർ ഒരു മണിക്കൂറിന് $10 വെച്ചാണ് ഇവരെല്ലാം ചാർജ് ചെയ്യുന്നത്. പീപ്പിൾ പെർ ഹവർ വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഇതിൽ. പക്ഷേ ഇതിലൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, പെയ്ഡ് മെമ്പർഷിപ്പ് ഉണ്ട്. കുറച്ച് നാൾ മാത്രം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഗിഗെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്ഡ് മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ പറയും ഈ പീപ്പിൾ പെർ ഹവർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. സോ അത് കാരണം ഞാൻ ഈ വെബ്സൈറ്റ് അധികം യൂസ് ചെയ്യാറില്ല. എങ്കിൽ കൂടിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ വളരെയധികം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണിത്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നിങ്ങൾ ഡാറ്റ എൻട്രി വർക്കിന് guru.com തന്നെ കൊടുക്കുക. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ഈ guru.com തന്നെയാണ് ഡാറ്റ എൻട്രിക്ക്. അതുപോലെ തന്നെ ഫൈവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈവറിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ്ഡ് എല്ലാ സ്റ്റേജുകളിലെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫൈവർ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള എല്ലാ കംപ്ലീറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഫൈവറിനെ കുറിച്ച് അറിയാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറിയാം. അതുമല്ല, കൂടുതൽ ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേഷനും മറ്റു കാര്യങ്ങളെയൊക്കെ കുറിച്ച് കൂടുതൽ വീഡിയോസ് നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓരോ വെബ്സൈറ്റിനെ കുറിച്ചും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ജോലികൾ നഷ്ടപ്പെട്ട ആളുകൾ, അതുമല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ 5 വെബ്സൈറ്റുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എന്തായാലും ഒരുപാട് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ വെറുതെ മൂവീസും യൂട്യൂബ് വീഡിയോസും ഒന്നും കണ്ട് ടൈം വെറുതെ കളയാതെ ഇതുപോലുള്ള നല്ല നല്ല ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ബേസിക് എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചെടുക്കുക. കാരണം വരും ദിവസങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെ സൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഈ വെബ്സൈറ്റുകളെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തേത് അപ്വർക്ക്, പിന്നീട് വന്നിട്ട് പീപ്പിൾ പെർ ഹവർ, ദെൻ SEO ക്ലർക്സ്, ഫൈവർ, അതുപോലെ തന്നെ guru.com. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം തിരുവനന്തപുരത്ത് ഉള്ള ഒരു കമ്പനിയാണ്. ഇവർ ഏൺ ചെയ്യുന്നത് $23,000 സംതിങ് ആണ് ഒരു വർഷം. അപ്പോൾ ഒരുപാട് മലയാളികൾ കൂടി വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഈ guru.com. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഡാറ്റ എൻട്രിയെ കുറിച്ച് ചെറിയൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഏതൊരു വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ഞാൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.